അപ്പം നമ്മൾ പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് ഇവിടെ അനങ്ങുള്ളൂ. ബൈജു ചേട്ടനാ അത് പഴത്തെ മാലയിട്ട് പോയത്. പായലേ വിട പൂപ്പലേ വിട. മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ ആരക്കുഴയിലെ ആലപ്പുഴയല്ല. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിന്നേ എട്ടാമടാണ്. ഈസ്റ്റർ കഴിഞ്ഞ് പുതുഞായറും കഴിഞ്ഞ് എട്ടാമടാണ്. അപ്പോൾ ഇന്നൊരു പള്ളിയിൽ പെരുന്നാൾ അങ്ങ് തീരുക, എട്ടാമടത്തോടു കൂടി തീരുക. അപ്പം നമ്മളവിടെ പോവുക. നമ്മൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു, ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഒന്നും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം എത്രയോ പേര് കൂടുതലായിട്ട് വന്നു. അപ്പം നമ്മൾ പോകുന്നത് മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ ആരക്കുഴയിലെ ആലപ്പുഴയല്ല ആരക്കുഴയിലെ മലയക്കുരിശ് പള്ളിയിലാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം പോയത് ആൻസുകൂട്ടനാണെങ്കിൽ അത് ഓർക്കുന്നൊക്കെയുണ്ട്. കഴിഞ്ഞ വർഷം പോയി നമ്മൾ വളക്കാരൻ്റെ കടയിൽ ചെന്നിട്ട് കുറേ കുപ്പിവളകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നൊക്കെ. എന്നിട്ട് ആ കടയിലെ ചെക്കന്മാരെ നമ്മൾ സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ച് പയ്യന്മാർ ഈരാറ്റുപേട്ടയിൽ കട നടത്തുന്നവരാന്നാണ് പറഞ്ഞ്. അപ്പം അങ്ങനെ പോകുന്നതാണ്. അപ്പം ഇത്തവണ അവിടെ പള്ളി പെരുന്നാൾ. അപ്പം നമുക്ക് പോകാം. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ നടന്നു പോയിക്കൊണ്ടിരുന്ന പള്ളിയാണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടേ. അപ്പോൾ ഇത് ആഴ്ചകൂട്ടനാണെങ്കിൽ ബർത്ത്ഡേക്ക് കിട്ടിയ ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നത്. ചേട്ടന് ബർത്ത്ഡേക്ക് അല്ലാത്ത ആദ്യ കുർബാനയ്ക്ക്. ചേട്ടന് ആദ്യ കുർബാനയ്ക്ക് ഇട്ട ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ മാത്രം ഓൾഡ് ആൻഡ് ബോൾഡ് ബ്യൂട്ടി. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ വാങ്ങിച്ചെന്ന ഒരു ചുരിദാറായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പോകാം. നമ്മുടെ പൂച്ചക്കുഞ്ഞ് ഇത് അവിടെ മതിലേൽ ഇരിപ്പുണ്ട് കേട്ടോ. ആരെങ്കിലും പൂച്ചക്കുഞ്ഞിനെ കണ്ടവരുണ്ടോ? ആ, അപ്പം നമ്മൾ ആൻസിൻ്റെ ആദ്യ കുർബാനയ്ക്ക് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം എടുത്തത്. ഇതൊരു ഐസ്ക്രീം ഫാക്ടറിയാണേ. അപ്പോൾ ആ വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ട് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐസ്ക്രീം എടുത്ത ബോക്സ് ഇവിടെ കൊണ്ട് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ ബോക്സിനകത്തത് തണുപ്പ് മാറാതെ ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കുമല്ലോ. അപ്പോൾ അത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളിവിടെ ഒരു 300 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അത് കൊടുത്താൽ നമുക്ക് തിരിച്ച് 300 രൂപ ഇങ്ങ് തരും. അങ്ങനെയാണേ. അപ്പോൾ ഇത് ആൻസും ചേട്ടനും കൂടെ കൂടിയിട്ടാണ് അത് കൊടുക്കാൻ. അപ്പോൾ നമ്മളിപ്പം പള്ളി പോവുകയാണല്ലോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതും അങ്ങ് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ അത്ര എളുപ്പമായില്ലേന്ന് ഓർത്തു. 1-ാം തീയതി കഴിഞ്ഞ് 2-ാം തീയതി കഴിഞ്ഞ് 3-ാം തീയതി കഴിഞ്ഞ് 4-ാം തീയതി ആയി. പിന്നെ ഞാനും ആനസൂട്ടനും കൂടെ ഇവിടെ വന്നിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങാറുണ്ടായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ പഴയ വീഡിയോയൊക്കെ കണ്ടവർ? പണ്ട് വീഡിയോ ആദ്യം മുതലേ വീഡിയോ കാണുന്നവർ. ഞങ്ങൾ ഫാക്ടറിയിൽ നിന്ന് ഐസ്ക്രീമൊക്കെ എടുക്കുമായിരുന്നു. ആൻസിനെ 1-ലും 2-ലൊക്കെ പഠിക്കുമ്പം ആൻസൂട്ടിൻ്റെ മാർക്കൊക്കെ കിട്ടി നോക്കിയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ വന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച്. ഫാക്ടറി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇവരുടെ ഐസ്ക്രീമിന്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ കടയിലൊക്കെ ഫ്രീസറിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് കട്ട പിടിക്കുക. അന്നേരം എൻ്റെ ടേസ്റ്റ് ആ ഒറിജിനൽ ടേസ്റ്റ് പോകും. പക്ഷേ ഒരു ഐസ്ക്രീമിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ഫാക്ടറി നേരിട്ടെടുക്കണം. കാരണം അത്രയ്ക്കൊന്നും കട്ട പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുണ്ടാക്കി കയറ്റി വിടുകയാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിലും ആ ഒരു സ്മൂത്ത്നെസ് കിട്ടണമെങ്കിലൊക്കെ ഇവിടെ നിന്ന് കഴിക്കുമ്പം കിട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് 2 ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരാൻ ഞാൻ ആൻസൂട്ടിനോട് പറഞ്ഞായിരുന്നു. നമുക്ക് പോണ വഴിക്ക് കഴിച്ചുകൊണ്ട് പോകാമെന്ന്. ചേട്ടനാണെങ്കിൽ വഴക്ക് പറയും, രാവിലെ ഒരു ഐസ്ക്രീം കഴിക്കുമെന്നും പറഞ്ഞ്. ആൻസ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെടിയില്ലേ 2 കപ്പ് ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ചോണ്ട് വന്നത്. അപ്പൊ ചേട്ടന് വേണ്ടെന്നല്ലോ പറഞ്ഞു. പിന്നെ 2 ചോദിച്ചാ പല അതെന്തിനാ അങ്ങനെ വെക്കണേ? മൊബൈൽ വെച്ച എൻ്റെ തമയാണ്. അപ്പൊ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഉണ്ടോടാ പണ്ട് ധന്യാമേരി വർഗീസിന്റെ പരസ്യം ഉണ്ടായിരുന്നേ, പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട. അവിടെ ആ
ഹാൻസ പരസ്യം അറിയില്ല. അത് ഏത് പെയിന്റ് ആയിരുന്നു? ഏഷ്യൻ പെയിന്റോ? ഏതോ ഒരു പെയിന്റിന്റെ പരസ്യമായിരുന്നു അത്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ് കേട്ടോ ഇത്, പണ്ടപ്പള്ളി. ഇത് പണ്ടപ്പള്ളി ആശുപത്രി താഴം. ആ, പണ്ടൊക്കെ നമ്മള് നടന്നു മലക്കുരിശുപള്ളി പോയിക്കൊണ്ടിരുന്നതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് കണ്ട, ഇവിടെയായിരുന്നു പണ്ടപ്പള്ളി ഷാപ്പ്. ഇത് പണ്ടപ്പള്ളി കത്തോലിക്ക കുരിശുപള്ളി. ഈ ആൾക്കാരെ ഒന്നും കണ്ടിട്ട് മനസ്സിലാകണില്ല ഒന്നാമത്തെ കാര്യം. ഇത് മൂവാറ്റുപുഴ റോഡ് കേട്ടോ. അങ്ങനെ നമ്മൾ മലയക്കുരിശ് പള്ളിയിലെത്തി. നമ്മുടെ മലയാറ്റൂർ പള്ളിയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പള്ളിയാണ് മലയക്കുരിശ് പള്ളി. ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, ഒരുപാട് ആളുകൾ വരുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഭാഗം. ഇവിടെ മെഴുകുതിരി കത്തിച്ച് നേർച്ച വാങ്ങിയാണ് നമ്മൾ പിന്നെ മല കയറാനായിട്ട് പോകുന്നത്. ഒരുപാട് സ്റ്റെപ്പുകളാണ് കേട്ടോ, സ്റ്റെപ്പുകൾ കൊണ്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ നമ്മളും മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ നേർച്ച ഇവിടെ പ്രധാന വഴിപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിമ്പാറ അപ്പമാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അരിമ്പാറകൾ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ നെയ്യപ്പത്തിൻ്റെ ഒക്കെ രീതിയിലുള്ള മാവ് കുഴച്ചിട്ട് കൈകൊണ്ട് എണ്ണയിലേക്ക് അതിങ്ങനെ കുടഞ്ഞ് ചാടിക്കണം. കയ്യിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കുടഞ്ഞ് ചാടിച്ചത് ചെറിയ രീതിയിലുള്ള അരിമ്പാറ അപ്പം എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അത് കൊടുത്ത് മല കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അരിമ്പാറ ഓട്ടോമാറ്റിക്കലി ശരീരത്തിൽ നിന്നും പോകും എന്നുള്ളതൊരു വിശ്വാസമാണ്. ഒരുപാട് പേർക്ക് അനുഭവമായ കാര്യമാണ്, ഒരുപാട് പേര് അത് ചെയ്യുന്ന കാര്യമാണ്. ചില പള്ളികളിലൊക്കെ അരി നേർച്ചയൊക്കെ ഉണ്ടല്ലോ, അരി വറുത്ത് കൊടുക്കും. കാരണം വീട്ടിൽ ഒരുപാട് ഉറുമ്പുകളുടെ ശല്യമായി കഴിയുമ്പോഴത്തേക്കും ചില പള്ളിയിലേക്കൊക്കെ അരി വറുത്ത് കൊടുത്താൽ, ഇപ്പം ഈരാറ്റുപേട്ട അരുവിത്തറ പള്ളിയിലൊക്കെ അരി വറുത്ത് കൊടുത്താൽ ഉറുമ്പ് പോകും എന്നുള്ളതൊരു വിശ്വാസമാണ്. അതുപോലെ തന്നെയുള്ളൊരു വിശ്വാസമാണ് കേട്ടോ അരിമ്പാറ അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ 14 സ്ഥലങ്ങൾ ഉണ്ട്. ഈ 14 സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ചാണ് നമ്മൾ മല കയറുന്നത്. ഇതൊക്കെ ഇടക്കാലത്ത് വന്നതാണ്. ഞാനൊക്കെ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ വന്നതാണ്. പക്ഷെ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇതില്ലായിരുന്നു. നേരെ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലുള്ള പള്ളിയിൽ എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഉള്ള ഒരു കാര്യം. അപ്പോൾ പിന്നീടാണ് ഈ 14 സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയത്. 14 സ്ഥലം എന്ന് പറയുമ്പോൾ മീശോയെ കാൽവരി മലയിലേക്ക് ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈശോ വീണതും അങ്ങനെ ഒരു 14 കാര്യങ്ങൾ നടന്ന ഭാഗമാണ്. അപ്പോൾ ഞാനും സൂടനും ചേട്ടനും കൂടി നടന്ന് എല്ലായിടത്തും പ്രാർത്ഥിച്ചാണ് നമ്മൾ മല കയറിയത്. ഒരുപാട് നമ്മൾ നേരത്തെ അറിയുന്ന ഒരുപാട് പേരെ കണ്ടു, ഒത്തിരി സന്തോഷം തോന്നി. പലരുടെ മുഖങ്ങളൊക്കെ മാറിയിരിക്കുന്നു, പലർക്കും പ്രായമായിരിക്കുന്നു. എൻ്റെ മനസ്സിലിപ്പോഴും ഞാൻ ആ പഴയ കൊച്ചുകുട്ടിയും എൻ്റെ നാട്ടിലുള്ളവർക്കൊക്കെ ആ പഴയ പ്രായമൊക്കെയാണ്. പക്ഷേ ഞാൻ കണ്ടിരുന്ന പ്രായത്തിലേക്കൊക്കെ, അവർക്ക് ഉണ്ടായിരുന്നപ്പോഴുള്ള പ്രായത്തിലേക്കൊക്കെ ഞാൻ എത്തി. അപ്പോൾ അവരൊക്കെ വളരെ ഏജ്ഡായി മാറി എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. വർഷങ്ങൾ കൂടി തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശകുന്തള ചേച്ചിയെയും ഓമന ചേച്ചിയും ബിജു ചേട്ടായിയൊക്കെ കാണാൻ പറ്റി. പിന്നെ രാധ എന്ന് പറഞ്ഞ ചേച്ചിയെ കണ്ടു, സാലി എന്ന് പറഞ്ഞ ചേച്ചിയെ കണ്ടു, അമ്മണി എന്ന് പറഞ്ഞ ചേച്ചിയെ കണ്ടു, ഒത്തിരി പേരെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മലമുകളിലെത്തി അമ്പൊക്കെ എടുത്ത് നമ്മൾ കുരിശുപള്ളിയൊക്കെ ചുറ്റി തിരിച്ചു വന്നു. ഇപ്പോൾ ഒരു പ്രധാന വഴിപാടാണ് അമ്പേറ്റു പുണ്യാളിന് വേണ്ടി, വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളിന് വേണ്ടിയിട്ടുള്ള ഒരു നേർച്ചയാണ്. അപ്പോൾ അമ്പെടുത്ത് നമ്മൾ ഈ കൽക്കുരിശിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് അമ്പ് കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഇവിടെ സെൻറ്റ് തോമസിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്, തോമാസ് ശ്ലീഹായുടെ നാമത്തിലുള്ള പള്ളി. അപ്പോൾ ഇത് തിരിച്ച് തോമാസ് ശ്ലീഹായുടെ ഒരു രൂപക്കൂടിനെ തൊട്ട് വണങ്ങാനായിട്ടുള്ള ജനത്തിരക്കാണ്, ഒരുപാട് തിരക്കുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ ഇവിടെ പുതുഞാറാഴ്ചയാണ് പ്രധാനമായിട്ടും പെരുന്നാൾ. അപ്പോൾ ഇതാ പോകുന്ന മുട്ടുകുത്തി ആളുകൾ പോകുന്നതുണ്ട്, അത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. പണ്ടൊക്കെ താഴേന്ന് മുതലേ മുട്ടുകുത്തി കയറുമായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഒരു കാലത്തെ സംബന്ധിച്ചിടത്തോളം. അത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ആരെയും കണ്ടില്ല. അതുപോലെ തന്നെ ഈ മുട്ടുകുത്തി പോകുന്നിടത്തുള്ള ആ ഒരു പരവതാനി വിരിക്കുന്ന കാഴ്ചയെ പുതിയതായിട്ടാണ് കണ്ടത്.
പണ്ടതൊന്നുമില്ല, ശരിക്കും കല്ലിലെല്ലാം ചവിട്ടി. ചിലവർ ചെറിയ പിള്ളേരെ ആനപ്പുറം കയറ്റിയിട്ട് മുട്ടുകുത്തി പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ പള്ളിയുടെ ഓപ്പോസിറ്റ് നോക്കിയ ഒരുപാട് ഇപ്പോൾ സമീപ പ്രദേശങ്ങളിലും ചുറ്റുപാടുകളിലുമുള്ള ഓരോ മലകളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ സൂം ചെയ്തെടുത്താണ് ഒരു വീട്. പിന്നെ താഴെ ഏതോ ഒരു പള്ളിയുടെ ഒരു ഇതൊക്കെ കണ്ടു. അപ്പം ഇത് ആരക്കുഴ പള്ളിയുടെ ഒരു കപ്പേളയാണ്, അല്ലെങ്കിൽ ഒരു കുരിശുപള്ളിയാണ്, മലയക്കുരിശുപള്ളി എന്ന് പറയുന്നത്. ഇവിടെ വന്നത് നല്ല രസമാണ്, ഒരുപാട് കാറ്റ്, നല്ല ഭംഗിയായിട്ട് കാറ്റൊക്കെ വീശുന്നത് കാണാനായിട്ട്. അപ്പോൾ ആളുകൾ കണ്ടോ മുട്ടുകുത്തിയൊക്കെ പോകുന്നത് കണ്ടോ. ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ മുട്ടുകുത്തി ഞാൻ പള്ളിയിൽ വരാമെന്ന്. അപ്പോൾ ഈ ഒരു പരവതാനിയൊക്കെ പുതിയതായിട്ട് വന്ന, പണ്ടിവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊരു മെമ്മറിയാണ്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയക്കുരിശുപള്ളി വരിക എന്നുള്ളത് നിർബന്ധമായൊരു കാര്യമാണ്. നമുക്ക് നടന്നു വരാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന്. 2-3 കിലോമീറ്റർ ഉണ്ട് പള്ളിയിലേക്ക് എത്താനായിട്ടെങ്കിലും പാടം ഒക്കെ കയറി ഷോർട്ട് കട്ടായിട്ട് നമുക്ക് പള്ളിയിലേക്ക് എത്താം. അപ്പോൾ അത്ര ദൂരം നടക്കേണ്ടി വരുമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ പുതിയതാണ് കേട്ടോ. കൊന്ത ഗ്രാമം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊന്തയിലുള്ള ദിവ്യരഹസ്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ പിക്ചറായിട്ട് അല്ലെങ്കിൽ പ്രതിമകളായിട്ട് സ്റ്റാച്ചു ആയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ സന്തോഷകരമായ ദിവ്യരഹസ്യം, പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യം, മഹിമയുടെ ദിവ്യരഹസ്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങൾ, കർത്താവ് വെള്ളം വീഞ്ഞാക്കിയത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ, അങ്ങനെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം വരെയുള്ള കൊന്തഗ്രാമമാണ്. പണ്ട് ഇവിടെ കൊന്തഗ്രാമമൊന്നുമല്ല, ഈ പ്രദേശത്തായിരുന്നു കച്ചവടക്കാരെല്ലാം വന്നിരുന്നുകൊണ്ടിരുന്നത്. എങ്ങനെ ഈ മലയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് വരുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കച്ചവടക്കാർ, പാത്രങ്ങൾ വിൽക്കുന്നവർ, ഐസ്ക്രീം വിൽക്കുന്നവർ. അപ്പം ഞാനൊക്കെ പള്ളി പെരുന്നാളിന് പോകുന്ന കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവരൊക്കെ, ഞാൻ പള്ളി പെരുന്നാളിന് വരിക ഇതൊക്കെ ലക്ഷ്യമിട്ടായിരിക്കും. ഒരു സ്പൂണ് വാങ്ങിയാൽ പോലും, അല്ലെങ്കിൽ എനിക്ക് വേണമെന്നില്ല ഒരു പാത്രം വാങ്ങിയാലൊക്കെ അതൊരു സന്തോഷമായിരുന്നു. ഞങ്ങളപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു, അങ്ങനെ വീഡിയോയൊക്കെ എടുത്തു. ഇത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെക്കുറിച്ചുള്ള ഒരു കൊന്തഗ്രാമത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഈശോയെ വിശുദ്ധ കുർബാന സ്ഥാപിച്ച കാര്യമാണ്. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതുഞാറാഴ്ച വന്നാൽ നമ്മൾ നേരെ വരും. അതായത് പണ്ടപ്പള്ളി യാക്കോബിറ്റ് പള്ളി ആണെങ്കിൽ പോലും, ഇത് കത്തോലിക്ക പള്ളിയുടെ കുരിശാണെങ്കിൽ പോലും, പണ്ടപ്പള്ളി യാക്കോബിറ്റ് പള്ളിയിലെ കുർബാന കഴിഞ്ഞ ഒരു 10-11 മണിയോടുകൂടി കുർബാനയൊക്കെ തീർന്ന അവിടെയുള്ള വിശ്വാസികൾ നേരെ വരിക ഇങ്ങോട്ടാണ്, മലയക്കുരിശുപള്ളിയിലേക്ക് നടന്നു വരും. എത്രമാത്രം ആളുകളാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ കാഴ്ച കാണാനില്ല. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരു ബൈക്കെങ്കിലും ഇല്ലാത്ത വീടുകളില്ല, എല്ലാ വീട്ടിലും വണ്ടികളായി, വാഹനങ്ങളായി, സൗകര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എല്ലാവരും അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ചൊക്കെയാണ് ഇപ്പം വന്നും പോകുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മലയക്കുരിശുപള്ളിയിൽ വരാതിരിക്കില്ല ആളുകൾ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ നാട്ടിലുള്ള ഒരുപാട് പേരെ കണ്ടു, വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. ഞാൻ ഒത്തിരി നാളുകൂടി കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പോയപ്പോൾ എൻ്റെ കൂടെ 1 മുതൽ 7 വരെ പഠിച്ച ഡെറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ തവണ പോയപ്പോൾ ഡെറിൻ്റെ അമ്മയെ കണ്ടു. ഡെറിൻ്റെ അമ്മയും ഡെറിൻ്റെ ഒരു കസിൻ്റെ ഒരു ഭാര്യേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇടവക പള്ളി തന്നെ ഉള്ളവരാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമുക്ക് അറിയുന്നവരെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കാണുമ്പോൾ ഉള്ള സന്തോഷം, അത് പ്രത്യേകിച്ച് ആ നാട്ടിൽ നിന്ന് ഞാൻ പോന്നിട്ട് 10-15 വർഷമായി. 2011 എൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് വീട് വിറ്റാണ് നമ്മൾ പിന്നെ തൊടുപുഴയ്ക്ക് പോരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട് കാണാം, എൻ്റെ നാട് കാണാം. ഞാൻ ജനിച്ച് വളർന്ന വീട് ഒരിക്കൽ പോലും ഞാൻ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ജനിച്ച് വളർന്ന, എൻ്റെ അപ്പ ജനിച്ച് വളർന്ന വീടൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ തറവാടായിരുന്നു. അപ്പോൾ ഒറ്റ മോനായിരുന്നു, അതുകൊണ്ടാണ് ആ വീട് വിറ്റിട്ട് പോരേണ്ട വന്നത്. വേറെ അപ്പയ്ക്കൊരു അനിയനൊക്കെ ഉണ്ടെങ്കിൽ തറവാട് ഏതായാലും അവർക്കായിരിക്കുമല്ലോ. അപ്പോൾ എന്താണേലും ആ വീടൊക്കെ കാണാം, എൻ്റെ നാട് കാണാം. പണ്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. മൂവാറ്റുപുഴയിലെ പണ്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് പണ്ടപ്പള്ളിക്കും തൊടുപുഴയ്ക്കും കൂത്താട്ടുകുളത്തിനൊക്കെ പോകാനായിട്ട് ഈ പണ്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വലിയ ദൂരമില്ല, ഭയങ്കര സൗകര്യമുള്ളൊരു പ്രദേശമാണ്. ഞാനൊക്കെ പോകുന്നത് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ആ നാടിനുണ്ടായി. ഞാനുള്ളപ്പോൾ പുനലൂർ ഹൈവേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലമൊക്കെ എടുത്തൊക്കെ ഇട്ടിരിക്കുന്നതാണ് കണ്ടുള്ളൂ. നമ്മൾ പോകുന്ന പിറ്റേ കൊല്ലം മുതൽ അവിടെ പണിയൊക്കെ തുടങ്ങി, ഹൈവേ വന്നു, 4 വരിപ്പാതയൊക്കെ വന്നു, അടിപൊളിയാക്കി മാറ്റി.
അപ്പോൾ നമുക്ക് നാടൊക്കെ കാണാം, എൻ്റെ വീട് കാണാം, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ കയറിയത് കാണാം. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മൾ കൊന്ത ഗ്രാമത്തിൽ ഓരോ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളേതായാലും തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ്. നമ്മൾ പള്ളിയിൽ രാവിലെ, അതായത് 8-ാമിടത്തിനാണ് നമ്മൾ പോയത്. പുതുഞായറാഴ്ച പോകാൻ നമുക്ക് പറ്റിയില്ല, കാരണം ആനസൂട്ടിൻ്റെ ആദ്യ കുർബാനയൊക്കെ ഉള്ളതുകൊണ്ട് പുതുഞായറാഴ്ച നമ്മൾ വാഗക്കാട് പോയേക്കുമായിരുന്നു അവിടുത്തെ അമ്മയോട് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മലക്കുരിശോളി പോകാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, വീടിൻ്റെ ക്ലീനിങ് ആകട്ടെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അങ്ങനെ 8-ാമിടത്തിനാണ് പോയത്. 8-ാമിടം എന്ന് പറഞ്ഞാൽ പുതുഞായർ കഴിഞ്ഞ പിറ്റേ ഞായറാഴ്ച. പുതുഞായർ എന്ന് പറയുമ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായർ പുതുഞായർ, അത് കഴിഞ്ഞ് വരുന്ന ഞായറാണ് 8-ാമിടം. അങ്ങനെ 8-ാമിടത്തിനാണ് പോയത്. അപ്പോൾ ഞാനൊക്കെ എൻ്റെ നാട്ടിലുള്ള സമയത്ത് ചിലപ്പോൾ പുതുഞായറാഴ്ചയും പോകാറുണ്ട്, 8-ാമിടത്തിനും പോകാറുണ്ട്. അങ്ങനെ അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടായി കിടന്ന സമയത്ത് ചേട്ടായിക്ക് 10 വയസ്സുള്ളപ്പം ഞങ്ങൾ തമ്മിലൊരു 9 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട് കേട്ടോ, ഞാനും എൻ്റെ ചേട്ടായും തമ്മിൽ. അപ്പോൾ ചേട്ടായി 10 വയസ്സുള്ളപ്പോൾ മലയക്കുരിശുള്ള ഒറ്റയ്ക്ക് പെരുന്നാൾ കൂടാൻ പോയിട്ട് എനിക്കൊരു പാവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് 10 രൂപ കൊടുത്തേ കണ്ടൊരു ചെറിയൊരു പാവയും വാങ്ങിച്ചുകൊണ്ടൊക്കെ അമ്മച്ചി കൊച്ചു ഒറ്റയ്ക്ക് പോയി നിർത്തി അമ്മച്ചി പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം മതി പള്ളിയാണ്. ഞാൻ എല്ലാ വർഷവും ഞാനിങ്ങനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ കാര്യങ്ങൾ, നൊക്ലാച്ചിയ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതിങ്ങനെ വെറുതെ ഒന്ന് കണ്ണടച്ചാൽ ആ കാര്യങ്ങളൊക്കെ എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ തെളിയും പോലെയൊക്കെ തോന്നാറുണ്ട്. അതെനിക്ക് മാത്രമുള്ളൊരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ പഴയ കാര്യങ്ങളിലേക്ക് പോകാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം പഴയ ആളുകളെയൊക്കെ അതേ പ്രായത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞാനിങ്ങനെ മനസ്സിൽ കാണുന്നത്. എനിക്ക് വയസ്സായെന്നോ അല്ലെങ്കിൽ അവർക്ക് ഏജായെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകാരുടെ അമ്മമാരല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ 35-40 വയസ്സിലൊക്കെ ഇരിക്കുന്ന ആ ഒരു പ്രായമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവർക്ക്. അപ്പോൾ അവരെയൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഇവരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അയ്യോ ഇതാ ചേച്ചി അല്ലേ എന്നൊക്കെ ഓർക്കുമ്പോൾ ഞാൻ അന്നത്തെ അവരുടെ ആ ഒരു 40 ഏജിലേക്ക് ഞാൻ എത്തപ്പെട്ടു എന്നും അവരിപ്പോൾ ഒരു 60-ന് മുകളിലേക്കുള്ള ഏജിലേക്ക് അവർ പോയെന്നൊക്കെ ഓർക്കുമ്പം ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. പക്ഷെ നമ്മളങ്ങനെ കാട് കയറിയൊന്നും പോവാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പള്ളിക്കകത്ത്. എനിക്ക് ഈ പള്ളി ഭയങ്കര വിശ്വാസമാണ്, കാരണം ഞാൻ സെൻറ്റ് തോമസിനെ സ്വപ്നം വരെ കണ്ടിട്ടുണ്ട് ഒരു കാര്യത്തിൽ. അപ്പം മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന സമയത്ത് ഈ പള്ളിക്കകത്തുനിന്ന് വെച്ച് തന്നെയാണ് സെൻറ്റ് തോമസിനെ സ്വപ്നം കണ്ടത്. ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തോന്നൽ കൊണ്ടൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര വിശ്വാസമാണ് തോമാസ് ലീഹായെ, പിന്നെ ഗീവർഗി സഹദായെ, മുതലക്കൊടുത്ത് മുത്തപ്പനെ ഭയങ്കര വിശ്വാസമാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മല ഇറങ്ങുമ്പോൾ പണ്ട് മുതലേ ഉള്ള കാഴ്ചയാണ് പെയിൻ ചെയ്യുന്ന ചീപ്പ് ഈ പോത്തിൻ്റെ കൊമ്പും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. 2 ചേട്ടന്മാർ അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇങ്ങനെ അത് രാഗിക്കൊണ്ടിരിക്കും. ഇതിപ്പം അവർക്ക് അന്നും ആ ഏജ് ഇന്നും ഏജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ഒക്കെ അച്ഛനൊക്കെ ആണോ അന്നിരുന്നേന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ആ പ്രായത്തിലുള്ള 2 ചേട്ടന്മാരെ എപ്പോഴും കാണാം. മല ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഇരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് വഴി തന്നെ ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു കിണർ കാണാം. മലയുടെ ഏറ്റവും മുകളിലായിട്ട് പള്ളിക്ക് തൊട്ട് താഴെയായിട്ടാണ് എപ്പോഴും ഉറവയുള്ളൊരു കിണറാണ്. അതേ കുന്നിൻ്റെ പുറത്ത് ഈ പാറക്കെട്ടിൽ വെള്ളം കിടക്കുന്നത് ഭയങ്കര അത്ഭുതകരമായൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈശോയുടെ ഒക്കെ രൂപമൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ പിന്നെ വെളിയിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചേട്ടന് ഭയങ്കര ഗൗരവമായിരിക്കും കേട്ടോ. എന്നാൽ പിന്നെ ഇച്ചിരി ഗൗരവത്തിൽ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കാമെന്ന് ഓർത്ത് ചേട്ടൻ നിന്നപ്പം ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡിന് ഞാനൊന്ന് വഞ്ചനം കുത്തി കാണിച്ചു. നമുക്ക് വഞ്ചനം കുത്താൻ ചേട്ടനല്ലേ ഉള്ളൂ, അപ്പോൾ വേറൊന്നുമില്ല. അങ്ങനെ വീണ്ടും നമ്മൾ മലയിറങ്ങാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ കയറി വരുന്ന കുറച്ച് പേരെയൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടാറുള്ള മുല്ലപ്പടിയിൽ നിന്നുള്ളൊരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓടി വന്ന് പറഞ്ഞു, ഞാൻ സ്ഥിരമായിട്ട് പണ്ടപ്പള്ളിക്കാരിയാണേന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നില്ലേ, അത് ഞാനാ, പണ്ടപ്പള്ളിയിൽ എവിടെയാണ് വീട്, മുല്ലപ്പടിയിലാണ് വീട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് ഇത്രയും വലിയൊരു കുന്ന, അപ്പം ഒരുപാട് ഉയരമുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് പെട്ടെന്ന് അടുത്താണെന്ന് തോന്നും, പക്ഷേ നല്ല ഉയരത്തിലാണ് മലയെക്കുറിച്ച് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ കടയിലൊക്കെ എത്തി. അവിടെ നിന്ന് ഒരു വളയും മാലയൊക്കെ വാങ്ങിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല. കാരണം എല്ലാ വർഷവും ഇതുപോലെ കാത്തിരുന്ന് വളയും കുപ്പിവളകളൊക്കെ അല്ലെങ്കിൽ ഈ സ്പ്രിങ് വളയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു നൊക്ലാച്ചിയിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോയി. കഴിഞ്ഞ വർഷം നമ്മൾ പോയ കടയിലെ പയ്യന്മാരെ കൊണ്ട് നമ്മൾ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് ഒരുപാട് സാധനമൊക്കെ എടുത്താൽ നമ്മൾ പോയത്. ആ വീഡിയോ ഒക്കെ പഴയ ഒരു വർഷം ബാക്കിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അതിനുശേഷം കുറച്ച് മധുരപലഹാരങ്ങളും ഉഴുന്നടയും മലബാർ മിഠായിയും വാങ്ങിച്ച് ആനസൂട്ടിന് കളിക്കാനായിട്ട് എന്തൊക്കെയോ അവനും വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് പോരുവാണ് കേട്ടോ. അപ്പം നമ്മൾ പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് പോയത് ഇവിടെ അനങ്ങുള്ളൂ. ബൈജു ചേട്ടനാ അത് പഴത്തെ മാലയിട്ട് പോയത്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ കാണാൻ, എല്ലാവരും പറയണം കേട്ടോ. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്. എൻ്റെ വീടും കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ ഇങ്ങ് മുമ്പോട്ട് പോകുന്നു. പണ്ടപ്പിള്ളി. ഞാൻ സൈക്കിള് ചവിട്ടി പഠിച്ചതൊക്കെ ഇതിലെ, അറിയാവോ? ഞാൻ ഈ റോഡങ്ങായത്തെ പോയിട്ടുണ്ട്. ഞാൻ ദിവസം രാവിലെ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നു. 5:30 ആയപ്പോൾ എഴുന്നേറ്റ്. ഞാൻ 5:30 ആകുമ്പോൾ എഴുന്നേറ്റില്ല, നടന്നു പോകുമായിരുന്നു ഒറ്റയ്ക്ക്. ഈ റോഡങ്ങ് എത്തിച്ചെല്ലണോടത്ത് അവിടെ വീട്, അനൂപിയേട്ടായുടെ വീട്. അപ്പം ദാ ഇവിടെ കപ്പ ഇട്ടോണ്ടിരുന്ന അമ്മച്ചി. ഇത് ഇവിടെ നിന്ന് പൊട്ടമലയ്ക്ക് പോണ വഴി. ഇത് ഇവിടെ നിന്ന് എങ്ങാണ്ട് താഴേക്ക്. അത് കിഴക്കക്കരക്കാരുടെ വീട്. ആ അതെ അതെ. അതിൽ മാങ്ങ ഉണ്ടോ നോക്കാം അവിടെ. അപ്പം ഞാൻ ജനിച്ചു വളർന്ന വീടും ഞങ്ങളുടെ മാവൊക്കെയാണ് കേട്ടോ അത്. ഇതിൽ എന്തെങ്കിലും ഒരു മാവിൻ്റെ ഒരു അണ്ടിയെങ്കിലും കിട്ടുമോയെന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാണ്. പക്ഷെ പഴുത്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ആ പഴം ഉണ്ടല്ലോ ഒരെണ്ണം. ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചടിച്ച് തരാമെന്ന് ചോദിക്കും. അണ്ടി കൊണ്ട് കുഴിച്ചിടാൻ. ആ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടാണ് കേട്ടോ. ആ കാണുന്നതാണ് പള്ളിയൊക്കെ. ആ കോളിംഗ് ബെല്ല് അടിച്ചു നോക്ക്. ഇപ്പം വീട്ടിലാരും ഇല്ലെന്ന് തോന്നണം കേട്ടോ. ഇത് ഞങ്ങളുടെ പള്ളി. ഈ കാട് കയറി കിടക്കുന്നത് BSNL ഓഫീസ്, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്. പിന്നെ ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. ഇതിങ്ങനെ വന്നാൽ അത് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം റോഡ്, മൂവാറ്റുപുഴ കൂത്താട്ടുകുളം പുനലൂർ ഹൈവേ. അത് ഇത് പണ്ടപ്പള്ളി MVIP കനാലാണ് കേട്ടോ. ഇത് കാട് കൂടി കിടക്കണോണ്ട് തോന്നത്തില്ല. അത് സെൻറ് മേരീസ് യാക്കോബറ്റ് സുറിയാനി പള്ളി. എൻ്റെ വീട് കണ്ടോ, പള്ളിയോട് ചേർന്നായിരുന്നു എൻ്റെ വീട്. അതിൽ കയറി ഈ പറമ്പിൽ കൂടെ കയറി നേരെ പള്ളിയിലേക്ക് ഓടിപ്പോവും. അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് വരും. അല്ലെങ്കിൽ ഈ വീടിൻ്റെ പുറകിൽ കപ്പയാർ കറിയച്ചേട്ടൻ്റെ റബ്ബറിൽ കൂടെ കയറി പള്ളിയുടെ സ്റ്റെപ്പയിലേക്ക് പോയി അവിടെ ഇരുന്ന് വായിച്ചു പഠിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു കാലം. പിന്നെ ഇവിടെ ആയിട്ട് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് കണ്ടോ. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. ഇത് പായലേ വിട, പൂപ്പലേ വിട. അപ്പോൾ നമ്മളിത് അങ്ങനെ തിരിച്ച് നമ്മുടെ തട്ടകത്തിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിതാ ഇവിടെ
മുതലക്കോടം പള്ളിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആൻസൂട്ടനാണെങ്കിൽ ATM പോയേക്കുവാണ് പൈസ എടുക്കാനായിട്ട്. ആൻസിനെയാണ് ATM കയറ്റി വിട്ടിരിക്കുന്നത്. അവിടെ നിപ്പുണ്ട്. വേറെ ആളുണ്ടോ? ഇല്ല, അവനതിനകത്ത്. അപ്പൊ നമ്മുടെ മുതലക്കോടം. അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ബ്രദേഴ്സ് ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിയാണ് തിരിച്ചു പോയത്. കാരണം രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പോൾ അതാണ് ബ്രദേഴ്സ് ഹോട്ടൽ. ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ വാങ്ങുന്നതുകൊണ്ട് അവരൊക്കെ നമ്മളെ അറിയുന്നവരും. അപ്പോൾ പോയി നിന്ന് വാങ്ങാനുള്ള മടിയൊന്നും വേണ്ട. നല്ല തിരക്കുള്ള ഒരു കടയാണ്. ഭയങ്കര ടേസ്റ്റ്. തൊടുപുഴയിലെ ഏറ്റവും ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ്സ് എടുത്ത് നോക്കിയാൽ ബ്രദേഴ്സ് ഹോട്ടലിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരാറുള്ളതാണ്. ഇതൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ്. ഇത് കണ്ടോ, ഇന്ന് ഞാൻ പണ്ടപ്പള്ളിയിൽ എൻ്റെ നാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. എൻ്റെ പേരിൽ ഒരു കാർഡ് വന്നിരിക്കുക പഴയ അഡ്രസ്സിലിട്ടാ. ഈ അഡ്രസ്സൊക്കെ എന്നേ മാറിപ്പോയി. ആ നാടും ആ വീടും വിട്ട് പോന്നിട്ട് 10-15 കൊല്ലമായി. അപ്പോൾ 15 വർഷമാകുമായി ജൂൺ വരുമ്പം ആ നാട്ടിൽ നിന്ന് തീർത്തും. അപ്പോൾ ഇതെന്ത് കാർഡാണെന്നറിയാവോ? പ്രിയ സുഹൃത്ത്, MJUCT BEd കോളേജ് തൊടുപുഴയുടെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം 2025 മെയ് 10 ശനിയാഴ്ച 10 AM തൊടുപുഴ മങ്ങാട്ടുകവലയ്ക്ക് അടുത്തുള്ള ബോയ്സ് ഹൈസ്കൂൾ ക്യാമ്പസിലുള്ള BEd കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നു. താങ്കൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ അധ്യാപകരെയും സഹപാഠികളെയും വീണ്ടും കണ്ടുമുട്ടുന്നതിനുള്ള ഈ സുവർണ അവസരത്തിൽ താങ്കൾ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഞാൻ BEd പഠിച്ചപ്പം ഉള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ്. അവിടുത്തെ കംപ്ലീറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നതാണ് അതുവരെ പഠിച്ചതിൽ. അപ്പോൾ ഞാൻ BEd പഠിച്ചത് 2010-11 കാലഘട്ടത്തിലൊക്കെയാണ്. 2009-10 11 ആയപ്പോഴത്തേക്കും നമ്മുടെ റിസൾട്ടൊക്കെ വന്നത്. ഒരു വർഷത്തെ കോഴ്സായിരുന്നു കേട്ടോ ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വന്നതാണ് ബിന്ദു VC വട്ടംകണ്ടത്തിൽ, പണ്ടപ്പള്ളി PO മൂവാറ്റുപുഴ 686672. എനിക്ക് ജീവിതത്തിൽ ആകെ അറിയാവുന്ന ഒരേ ഒരു ഇതാണ് കേട്ടോ, പിൻകോഡാണ് കാണാതെ അറിയാവുന്നത്. ഇപ്പോൾ പണ്ടപ്പള്ളിയിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് വന്നതാണ് ഈ കാർഡ്. അപ്പം അവിടെ എടുത്തു വച്ചിട്ട് എനിക്ക് തന്നതാ. എന്താണേലും അടിപൊളി, നല്ലൊരു മെമ്മറിയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. വന്നേക്കുന്നു ചേട്ടൻ. ഇപ്പോൾ ഈ വണ്ടി ഈ സീറ്റിൽ നിന്ന് ഇറങ്ങി ആ സീറ്റിൽ പോയി ഇരിപ്പുണ്ട്. മങ്ങാട്ടുകാവിലെ ബ്രദേഴ്സിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി നമ്മളെ വീട്ടിലേക്ക് പോവാം. അപ്പം ചേട്ടൻ്റെ ഫ്രണ്ട് ആത്മാർത്ഥ സുഹൃത്താണ്. അത്രയും 38 കൊല്ലത്തെ 38 വർഷത്തെ എങ്ങാണ്ട് പരിചയമുണ്ടെന്നൊക്കെയാണ് പറയണത്. 38 വർഷത്തെ ഇൻറ്റിമസി, അത്ര ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അത്ര നാളത്തെ പരിചയമുള്ള ഫ്രണ്ട്. അപ്പം ഞാനൊക്കെ ഉണ്ടായ സമയത്തുള്ള ഫ്രണ്ട്ഷിപ്പാന്ന് ഓർക്കണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ പേര് പറയുന്ന ആ ചേട്ടൻ്റെ ആണ് കേട്ടോ, ജോർജ് കുട്ടി ചേട്ടൻ. ചേട്ടനേക്കാളും 1 വയസ്സിൻ്റെ മൂത്താന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ആ ചേട്ടൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടേ. പിന്നെ നമ്മൾ പണ്ടപ്പള്ളി മലക്കുരിശോളി പോയിട്ട് നമുക്ക് നേരെ പോരായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് പോയത് എന്താണെന്ന് അറിയാവോ? നമ്മുടെ വീട്ടിലെ മുമ്പിൽ നല്ല ഒരു വലിയൊരു മാവ് നിൽപ്പുണ്ട്. അമ്മച്ചി നട്ടൊരു മാമ്പഴം. അമ്മച്ചിക്ക് ഒരു മാമ്പഴം കിട്ടി, അത് കൊണ്ടുവന്ന് ചെത്തി എനിക്ക് തിന്നാൻ തന്നു. അതിനുശേഷം അതിൻ്റെ മാങ്ങാണ്ടി അമ്മച്ചി നട്ടു. ഇപ്പം നട്ടപ്പം അത് വലിയ മാവായി. മാവ് പൂവിട്ട് കാച്ച അതിൻ്റെ പഴം കഴിച്ചപ്പോൾ ഉണ്ടായ ടേസ്റ്റ്, പാലിൽ പഞ്ചസാര ചേർത്ത മധുരമായിരുന്നു അതിന്.
പിന്നീട് കാലഘട്ടങ്ങൾ കടന്നു പോയപ്പോൾ എൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വന്നു. കൊതിയൊക്കെ കിട്ടിപ്പോകുന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പോയി. പിന്നെ പഴത്തിനകത്ത് പുഴുവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാ മാമ്പഴം കേടാവാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ മാമ്പഴം ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ മതി എന്ന് ഓർത്ത് നമ്മൾ പോയതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പണ്ടപ്പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത വീട്ടിലൊരു പെങ്കൊച്ച് മരിച്ചുമായിരുന്നു. എന്നെക്കാളും 2-3 ദിവസത്തിന് മുമ്പുള്ളതാണ്. അപ്പം അതിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ആ ചേച്ചി നമ്മുടെ വീട് വാങ്ങിയ ചേച്ചിയുടെ അടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, അന്നേരം നിറയെ മാങ്ങയായിട്ട് കിടക്കുക. അപ്പോൾ ആ സമയത്ത് കയറിയപ്പോൾ പറഞ്ഞു, മാങ്ങ പഴുക്കുമ്പോൾ എനിക്ക് 2 തരണേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു മാങ്ങ പഴുക്കുമ്പോൾ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ അനിയത്തിനെയും അതിൻ്റെ ഭർത്താവിനെയും ഒക്കെ കാണാൻ പറ്റിയിട്ട് നമ്മളൊക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട കിടന്ന ആളുകളൊക്കെയാണ്. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ തന്നെയാണ്. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമുള്ളവരാണ്, കാണാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. എൻ്റെ വീട്ടിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാൻ പറ്റി. ഞാൻ ജനിച്ച വളർന്നിടത്തുനിന്ന് ഇത്രയും 10-15 വർഷം കൂടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ആ വീട്ടിൽ നിന്ന് കിട്ടി. അതൊക്കെ ഒരുപാട് സന്തോഷം. അമ്മണി ചേച്ചി അവിടെ താമസിക്കുന്നത്. അങ്ങനെ അമ്മണി ചേച്ചി നമുക്കൊരു കൂട്ടിൽ നിറച്ച മാങ്ങ തീർന്നു, മാമ്പഴം തീർന്നപ്പോൾ അമ്മണി ചേച്ചി, അപ്പോൾ ഞാൻ അതിന് മുമ്പ് ചേച്ചിയുടെ ആങ്ങളുടെ മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനെ വിളിച്ച് പറഞ്ഞിടാ ഞാനിങ്ങനെ വന്നപ്പോൾ ചേച്ചി വീട്ടിലില്ല, നമ്മുടെ പള്ളിയിൽ പൊതുയോഗം നടക്കുക, ചേച്ചി അവിടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ കൊച്ച് പറഞ്ഞു അവിടെ ആൻറ്റി പൊതുയോഗത്തിന് പോയേക്കുക, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ മാമ്പഴമൊക്കെ പറിച്ച് ചേച്ചി പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നു വിട്ടു. എന്തിനാണെന്നറിയോ, മാമ്പഴം തിന്നാനുള്ള കൊതിയും കൊണ്ടൊന്നും അല്ല. എനിക്ക് ആ മാമ്പഴം കുഴിച്ചിടണം, നട്ടിട്ട് നമുക്ക് മാവുണ്ടാക്കണം. മാവ് വളർന്നു വരട്ടെ, വീണ്ടും നമുക്ക് പഴയ പോലെ നമുക്ക് കയറി കിടക്കാനൊരു വീടൊക്കെ ഉണ്ട്. ഇത്ര നാളും അവിടെ നിന്ന് പോകുന്നത് പിന്നെ വീടൊന്നും ഇല്ലാതെ ഒക്കെ ആയി പോയത് കൊണ്ടാണ് നമുക്ക് നടാൻ പറ്റാത്തത്. നമ്മളവിടുന്ന് പോന്നപ്പോൾ മാവ് അമ്മച്ചി മാന്തൈയൊക്കെ പാകി തൈയൊക്കെ ആയിട്ടാണ്, മാങ്ങാണ്ട് പാകി തൈയൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അത് കുറേ നാൾ കൊണ്ടുവരുന്നപ്പോൾ വീടൊക്കെ മാറുമ്പോൾ അത് എത്ര വർഷങ്ങൾ കഴിയുമല്ലേ. ഇപ്പോൾ 10-15 കൊല്ലമായി. അപ്പോൾ അന്നേ നട്ടുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത് നട്ടില്ല. അന്ന് കൊണ്ടുവരുന്ന അവസാനം അത് ഭയങ്കരമായിട്ട് വേര് പിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ പറിച്ചെടുത്തപ്പോഴത്തേക്കും പിന്നെ അത് ഉണങ്ങിപ്പോയി. അതാ പറ്റിപ്പോയി. പിന്നെ മാങ്ങക്കാട് 2 മാവ് കൊണ്ട് നട്ടു. പക്ഷേ അത് നമ്മൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോകുന്നായിരുന്നു, അതും പോയി. അപ്പം വീണ്ടും നമ്മൾ ഒരു അംഗത്തിന് പോവുകയാണ്. അപ്പം ചേട്ടൻ്റെ തറവാടിൻ്റെ അടുത്ത് ചേട്ടൻ്റെ സ്ഥലമുണ്ട്. അപ്പം അവിടെയും കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ മാവ് നടണം എന്നുണ്ട്. അവിടെ ചെല്ല. അപ്പൊ അവിടെ കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് നടണം. അങ്ങനെ നമ്മള് മാന്തൈ കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ നടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം ഞാൻ ജനിച്ചോളുന്ന വീട്ടിൽ പോയത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നിനുമല്ല, ഇത് വാങ്ങിക്കാൻ പോയതായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന വീട് ഇപ്പം വാങ്ങി താമസിക്കുന്നത് അമ്മണി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പം അമ്മച്ച അവിടെ നട്ട മാവാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന വലിയ മാവ്. അപ്പം അതിന് മാമ്പഴത്തിന് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം ഇതൊന്നുമല്ല, ഇതിൽ നല്ല മുഴുത്ത മാമ്പഴമായിരുന്നു അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് ഒരുപാട് നാളൊക്കെ ആയി, മാവ് വലുതാകുന്നതോറും മാങ്ങ ചെറുതായി പോകുമെന്ന് പറഞ്ഞതുപോലെ ആ അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ നേരത്തെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പെങ്കൊച്ച് മരിച്ചു. അപ്പം അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പച്ചമാങ്ങയായിരുന്നു. അപ്പം ചേച്ചി എനിക്ക് 2 പച്ചമാങ്ങയൊക്കെ തന്നു വിട്ടു. അപ്പം ഞാൻ പറഞ്ഞ പഴമാകുമ്പം വരും, എനിക്ക് എടുത്ത് വെച്ചേക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പഴമൊക്കെ കഴിഞ്ഞിടത്ത് ഉണ്ടാവില്ല എന്ന് ഓർത്താ ചേട്ടൻ പറഞ്ഞത്. ഇനി ഉണ്ടാവില്ലായിരിക്കും, പഴമൊക്കെ മാങ്ങ തീർന്ന് കാണുമെന്ന് പറഞ്ഞു. എന്നാലും ചുമ്മാ പോയി നോക്കിയത്. അപ്പം മാവിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവസാനം ഉണ്ടായതൊക്കെ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു, ചെനച്ചൊക്കെ. അപ്പം ഞാൻ അവിടെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്താൽ നമ്മുടെ പള്ളിയിൽ പൊതുയോഗമായിരുന്നു. അപ്പോൾ ചേച്ചി അവിടെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി എടുത്ത് വെച്ച മാമ്പഴം തന്നു വിട്ടതാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മാമ്പഴമൊക്കെ കിട്ടി. അപ്പം നന്നായിട്ട് കായ്ക്കണ ഒരു മാവാണേ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നോർമൽ ഒരു മാവാണ്, നമുക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നല്ല ടേസ്റ്റുമുള്ള മാമ്പഴമാണ്. അപ്പം നമ്മളത് പോയി അത് അവിടെ നിന്ന് ചേച്ചി എനിക്ക് തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോൾ തന്നു വിട്ട് അതിലിപ്പോൾ ഒരു മാങ്ങ ഞങ്ങൾ ചെത്തി കഴിച്ചു. ചേട്ടൻ പോണതിന് മുമ്പ് ചെത്തി കഴിച്ചു, ചേട്ടന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ മാങ്ങാണ്ടിയായിട്ട് ആൻസൂട്ടിന് അമ്മച്ചിങ്ങളുടെ അതിൽ അടപ്പുണ്ട് നടാനായിട്ട്. ഇതിൽ മുളപ്പിച്ചിട്ട് പിന്നെ പറിച്ച് നടാന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ്. അപ്പോൾ അവർ 2 പേരും കൂടെ അതിൽ നടപ്പുണ്ട്. മാവ് വലുതാണ് മാവ്, അപ്പോൾ കുറച്ച് അധികം സ്ഥലമൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നടാനൊക്കെ ആയിട്ടേ. ഇപ്പം മാങ്ങാണ്ടി എല്ലാം നടണം, മാവാക്കി അതിൽ നിന്ന് മാങ്ങ പറിച്ച് കഴിക്കണം. ഒരു പണ്ട് വല്ല ആഗ്രഹം. നമ്മൾ പണ്ടപ്പള്ളിയിൽ നിന്ന് പോന്നപ്പം ആ മാന്തായി കുറച്ച് മുളപ്പിച്ചൊക്കെ കൊണ്ടുവന്നു. പക്ഷേ വീടൊക്കെ മാറി മാവെല്ലാം പോയില്ലേ, വേരെല്ലാം പറഞ്ഞു പോയെന്നേ. അപ്പോൾ ഞാനാണ് ഈ രാവിലെ നമ്മൾ ഫുള്ള് ബിസി ആയിരുന്നു. നമ്മുടെ വാർഡ് വാർഷികം ഉണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് വാർഡ് എന്നാണ് കേട്ടോ പറയുന്നത്. പള്ളിയുടെ ചില നാട്ടിലേക്ക് യൂണിറ്റ് എന്നാണ് പറയുക, പക്ഷേ നമ്മളിങ്ങോട്ട് വാർഡ് എന്നാണ് പറയുക, സെൻറ്റ് അഗസ്റ്റിൻസ് വാർഡ് പള്ളിയിൽ നിന്നുള്ളത്. അപ്പം അതിൻ്റെ വാർഷികമൊക്കെ ആയിരുന്നു. ആൻസൂട്ടിന് സമ്മാനമൊക്കെ കിട്ടി കേട്ടോ. ആൻസൂട്ടിന് കിട്ടിയ സമ്മാനം ഞാൻ കാണിച്ചു തരാവേ. ഇത് ആൻസൂട്ടിന് കിട്ടിയ സമ്മാനമാണ്. കപ്പ് ഗെയിം കളിച്ച് കിട്ടിയതാണ്. ഇത് അതിന് പള്ളി പെരുന്നാളിനും ഇപ്പോൾ വാങ്ങിയതാണ്. ഞാൻ ഈ കയ്യിലിട്ടിരിക്കുന്ന വളയും
പിന്നെ ഈ വളയും ഒരു വളയെങ്കിലും വാങ്ങിയില്ലെങ്കിൽ എന്തുവാന്ന്. പിന്നെ 2 ബുഷ് വാങ്ങി. ബുഷ് തലയിലിടാൻ വേണ്ടി വാങ്ങിയതല്ല കേട്ടോ, ഞാൻ ഈ കർട്ടനിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ കർട്ടൻ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുക. അപ്പോൾ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നല്ല രസമല്ലേ ആ മുറിയിലേക്കൊക്കെ കയറാനുള്ള എളുപ്പത്തിന്. അപ്പം ഇതിലേക്ക് കയറാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കർട്ടൻ അങ്ങനെ ചുരുക്കിയിടാമെന്നൊക്കെ വെച്ചത്. അപ്പോൾ ഹോം ടൂറൊക്കെ പിന്നെ ചെയ്യാം കേട്ടോ. ഇത് ആൻസൂട്ടൻ വന്നിട്ടുണ്ട്. അവന് നല്ലൊരു കളിപ്പാട്ടമൊക്കെ പള്ളിപ്പെരുന്നാളിന് പോയി വാങ്ങിച്ചു കൊടുത്തു. കാണിച്ചേ, ഇതാ കളിപ്പാട്ടം കളിക്കാൻ പറ്റിയ പ്രായമുള്ള തിക്കം നിൽക്കണമൊക്കെ കെട്ടിക്കയറുന്ന ചെറുക്കനെ കളിപ്പാട്ടം. നൊക്കളാജിയാ പോടാ ഇറക്കാം അവിടെ നിന്ന്. നൊക്താളജി എവരൊക്കെ നൊസ്റ്റാളജി ആയി തുടങ്ങി. അപ്പം ഞാനാണ് നമ്മൾ ഇന്നലെ പണ്ട് മലക്കുരിശുപള്ളിയിൽ പോയിട്ട് വന്നപ്പോഴേ നമ്മൾ പൊറോട്ടയും ബീഫും ചിക്കനും വാങ്ങിച്ചോണ്ടാണ് വന്നേ. അപ്പം അതങ്ങ് ചൂടാക്കുമോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുരിശുപള്ളി പുതുക്കി പൊളിച്ച് പുതിയ പള്ളിയൊക്കെ പണിതു, അതിൻ്റെ വെഞ്ചിരിപ്പൊക്കെ. അപ്പം അതിന് വൈകുന്നേരം പോകണം. മഴ പെയ്യില്ലാന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം ആ തിരക്കൊക്കെയാണ് ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാം. പിന്നെ ഇന്നലെ നമ്മൾ മലക്കുരിശുപള്ളിയിൽ പോയി വന്നിട്ട് 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ 2 മണിയൊക്കെ എങ്ങാണ്ടായപ്പോഴാണ് നമ്മൾ വന്നതെന്ന് തോന്നുന്നു. 2-2:30 ആയി. അതിനുശേഷം 5 മണിക്ക് നമ്മുടെ വാർഡ് വാർഷികം ഉണ്ടായിരുന്നു. നമ്മുടെ പള്ളിയിലെ നമ്മുടെ 1-ാം വാർഡാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ അതിൻ്റെ വാർഷികത്തിന് ആൻസൂട്ടിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, ടാക്ഷൻ സോങ് ഒക്കെ ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, പൊളിച്ചടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞ് അത് തീർന്നപ്പോഴത്തേക്ക് 9-9:15 ആയി. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ 9 മണിയായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ജസ്റ്റ് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട്, അപ്പോൾ ഫുഡൊക്കെ അവിടെ നിന്നുണ്ടായിരുന്നു, ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് തുടരും. നമ്മുടെ ലാലേട്ടൻ്റെ ആശീർവാദ തിയേറ്റർ ഉണ്ട് നമ്മുടെ തൊടുപുഴയിൽ. അവിടെ പോയി നമ്മൾ കണ്ടു. 10:55 സിനിമയാണ് നമുക്ക് കിട്ടിയത്. എന്നാ തിരക്കാന്നേ. അപ്പം ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കയറി കാണണം. അപ്പോൾ അങ്ങനെ അന്യായ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അത് അവിടെ പോയി സിനിമ കണ്ടു. അപ്പോൾ ഞങ്ങളെന്ന് പറയണ്ട, ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. കാരണം ചേട്ടനും ഉറങ്ങി. ചേട്ടൻ ഫസ്റ്റ് ഹാഫ് ചെറുതായിട്ട് ഉറങ്ങി. ആൻസൂട്ടൻ ഫുൾ മൂവി. അതായത് അവന് ചിപ്സ് വാങ്ങിച്ചു കൊടുത്തു, 2 7up, പെപ്സി 7up ജ്യൂസും വാങ്ങിച്ചു. പിന്നെ ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ബർഗർ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫുൾ ബർഗർ കഴിച്ചത്. ഫുള്ളെന്ന് പറയണ്ട കേട്ടോ, ഒരു 3/4 ബർഗർ കാലേ ചേട്ടൻ കഴിച്ചത്. ഇത്രയും കഴിച്ചതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നലെ. അപ്പോൾ ആൻസിന് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ടെങ്കിലും ഞാൻ കഴിക്കാറില്ല കേട്ടോ. അതിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷേ ബർഗർ ഇട്ടോ എനിക്ക് അങ്ങനത്തെ ഫുഡല്ല. നമുക്ക് കപ്പയും മീനൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കുറച്ച് മോഡേൺ ആയിട്ടുണ്ടെങ്കിൽ പൊറോട്ടയും ബീഫൊന്നും പറയാം. KFC ഒക്കെ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആൻസൂട്ടനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞ് ചേട്ടനും ഉറങ്ങി. ഞാൻ മാത്രം ഇരുന്ന സിനിമ മുഴുവൻ കണ്ട്. നല്ല തിരക്കുമായിരുന്നു, നല്ല ചാർജും ആയിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നല്ല അടിപൊളി പടമായിരുന്നു കേട്ടോ. അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി പടമായിരുന്നു. അങ്ങനെ അതും കണ്ട് വന്ന് നമ്മൾ വീട്ടിൽ വന്നത് പാതിരാത്രിയാണ്. 3 മണി കഴിഞ്ഞു. 3:15 എങ്ങാണ്ടായോ, 3 മണി കഴിഞ്ഞു വീട്ടിൽ വന്നപ്പോഴത്തേക്കും. പിന്നെ നേരെ നമ്മളിങ്ങ് പോരും. ഏതെങ്കിലും വണ്ടി നിർത്തിയൊന്നുമില്ല. വന്നു, ഡ്രസ്സൊക്കെ മാറി, ഓം നമ ശിവായ എന്ന് പറഞ്ഞ് ബാസ്ക്യൂവിന് നമ്മൾ ചോറ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഡോഗ് ഫുഡ് ഉണ്ടായിരുന്നു, അവന് ചോറ് മുട്ടയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൊടുത്തിട്ട് ഒരൊറ്റ കിടപ്പ് കിടന്ന് ഞാൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തില്ല, അതേപടി കയറി കിടന്നതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ എല്ലാം ചെയ്തിട്ട് ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ചോറും കൂടെ അടപ്പിൽ വെച്ച് കഴിയുമ്പം ഒന്ന് കുളിക്കണം. കുളിച്ചിട്ട് ഒരു ബ്ലൗസ് തയ്ക്കേണ്ട, അത് തയ്ക്കണം. നേരെ വെഞ്ചിരിപ്പിന് പോകണം. അന്നത്തേക്ക് ഉച്ച കഴിയും. എല്ലാം വീട്ടിലെ പണി കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. എല്ലാം കഴിയുമ്പോഴത്തേക്കും ഉച്ച കഴിയും. പിന്നെ നമ്മൾ നേരെ പള്ളിയിൽ വെഞ്ചിരിപ്പ് 4:45 നമ്മുടെ മെത്രാൻ വരും, ബിഷപ്പ് വരും. പിന്നെ 5 മണിക്കാണ് വെഞ്ചിരിപ്പ്. കാരണം 6:45 പിന്നെ ഒരു ബാൻഡ് മേളമൊക്കെ ഉണ്ട്. 6:45 ആകുമ്പോൾ സ്നേഹം വരുന്നവർക്ക് ചെറിയ രീതിയിൽ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇങ്ങനെ ഈ മെയ് മാസം ഇങ്ങനെ ഇച്ചിരി തിരക്കുള്ള നാളൊക്കെ ആയിട്ട് അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ബിസിയായിരുന്നു. ഉറക്കമൊന്നും നടക്കണില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റില്ല. ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് വാഴക്കൊലയൊക്കെ വെട്ടാൻ പോയി. ഞാൻ എന്നെ വിളിച്ചില്ല. വാഴക്കൊല വെട്ടാൻ പോയപ്പോഴും എന്നെ വിളിക്കുന്നു, ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടന് ഇതുവരെ ഉറക്കമൊന്നും വരുന്നില്ല എന്ന് പറയും. ഫസ്റ്റ് ഞങ്ങൾ ഇന്നലെ ഉറങ്ങി അതിൻ്റെ. അപ്പം ഞാൻ എഴുന്നേറ്റ് വരുന്നത് 10 മണി ആയപ്പോഴാണ്. ചേട്ടൻ വാഴക്കൊലയൊക്കെ വെട്ടി കൊടുത്തിട്ട് വരുമ്പോഴാണ് ഞാനും എഴുന്നേൽക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റ് നമ്മൾ ഇപ്പം ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ അതൊക്കെ പറയാൻ. അപ്പം വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.